വെറും 5 ദിവസം കൊണ്ട് 1.5 കോടിയിലധികം ഫോളോവേഴ്സ്. ഇന്ത്യയിലെ വമ്പൻ രാഷ്ട്രീയ പാർട്ടികളെ പോലും ഞെട്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ ജനതാ പാർട്ടി ഉദയം ചെയ്തിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇപ്പോൾ ഇവരെ കൊണ്ട് തോറ്റിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് വെറുമൊരു തമാശ ട്രോളല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിനെതിരെ, നമ്മുടെ ഭരണകൂടത്തിനെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ ഇന്ത്യൻ യുവാക്കൾ നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പ്രതിഷേധമാണ്. എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എല്ലാ കഥയ്ക്കും ഒരു തുടക്കമുണ്ട്. ഈ കഥ തുടങ്ങുന്നത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോടതിയായ സുപ്രീം കോടതിയിൽ നിന്നാണ്. സുപ്രീം കോടതിയിലെ ഒരു വാദത്തിനിടെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര ഒരു പരാമർശം നടത്തുകയുണ്ടായി. തൊഴിലില്ലാത്ത ചില യുവാക്കൾ പാറ്റകളെ പോലെ സോഷ്യൽ മീഡിയയിലും ആക്ടിവിസത്തിലും ഇറങ്ങി വലിയ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഡിജിറ്റലായി ആക്രമിക്കാൻ നോക്കുന്നു എന്ന രീതിയിലാണ് ആ പരാമർശം. തങ്ങൾ വ്യാജബിരുദം ഉപയോഗിക്കുന്നവരെയാണ് ഉദ്ദേശിച്ചതെന്ന് കോടതി പിന്നീട് വിശദീകരണം നൽകിയെങ്കിലും NIET പരീക്ഷാ ക്രമക്കേടുകൾ കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും പൊറുതിമുട്ടിയിരിക്കുന്ന ഇന്ത്യൻ യുവാക്കൾക്ക് ഇതൊരു വലിയൊരു ആഘാതമായി. തങ്ങളെയാണോ പാറ്റകൾ എന്ന് വിളിക്കുന്നത് എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. ഇവിടെയാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. മെയ് 16 ഡിജിറ്റൽ അനലൈസറായ അഭിജിത്ത് ദീപക് ഇതിനെതിരെ ഒരു ആക്ഷേപഹാസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. നിങ്ങൾ ഞങ്ങൾ പാറ്റകൾ എന്ന് വിളിച്ചാൽ ഞങ്ങൾ ആ പേര് അഭിമാനത്തോടെ സ്വീകരിക്കുന്നു എന്നതായിരുന്നു അവരുടെ നിലപാട്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചില നയങ്ങളും യോഗ്യതകളും വേണമല്ലോ. CJPയിൽ അംഗമാകാൻ അവർ വച്ചിരിക്കുന്ന ക്രൈറ്റീരിയ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമുക്കത് വിശദമായി നോക്കാം. 1. തൊഴിലില്ലാത്തവർ. നിർബന്ധിതമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരമോ ജോലി ഇല്ലാത്തവരായിരിക്കണം. 2. ഭയങ്കര മടിയന്മാർ. ശാരീരിക അധ്വാനത്തിൻ്റെ കാര്യത്തിൽ മാത്രം കടുത്ത മടി ഉള്ളവരായിരിക്കണം. 3. 24 മണിക്കൂർ ഓൺലൈൻ. ദിവസവും കുറഞ്ഞത് 11 മണിക്കൂറെങ്കിലും ഫോണിൽ നോക്കിയിരിക്കുന്നവരായിരിക്കണം. 4. പ്രൊഫഷണൽ റാൻഡിംഗ്. സോഷ്യൽ മീഡിയയിൽ സിസ്റ്റത്തിനെതിരെ നന്നായി പ്രതികരിക്കാൻ അറിയുന്നവർ. കേൾക്കുമ്പോൾ തമാശയായി തോന്നുമെങ്കിലും ഈ യോഗ്യതകളെല്ലാം ഇന്ത്യൻ യുവാക്കൾ ഇന്ന് നേരിടുന്ന കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. തുടങ്ങി വെറും 5 ദിവസങ്ങളിലുള്ളിൽ ഈ പേജ് 1.5 കോടി ഫോളോവേഴ്സാണ് നേടിയത്. ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനേക്കാൾ എത്രയോ ഇരട്ടിയാണിത്. ഇതൊരു ഓർഗാനിക് തരംഗമായിരുന്നു. രാഷ്ട്രീയ നേതാക്കളായ മഹുവൻ മെയ്ത, സിനിമാ സംവിധായകൻ അനുരാഗ് കശ്യപ്, ഉർഫി ജാവേദ് തുടങ്ങിയ പ്രമുഖർ ഈ പേജ് ഫോളോ ചെയ്യുകയും തങ്ങളുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. പലരും വിചാരിച്ചു ഇതൊരു ഓൺലൈൻ മീം മാത്രമായി ഒതുങ്ങുമെന്ന്. എന്നാൽ CJP ഓൺലൈൻ ലോകത്ത് നിന്ന് ഓഫ്ലൈൻ ലോകത്തിലേക്ക് ഇറങ്ങി. ഡൽഹിയിൽ മലിനമായി കിടക്കുന്ന യമുന നദി വൃത്തിയാക്കാൻ പാറ്റകളുടെ വേഷം ധരിച്ചാണ് ഈ പാർട്ടിയുടെ പ്രവർത്തകർ എത്തിയത്. സിസ്റ്റം വൃത്തിയാക്കാൻ പാറ്റകൾ ഇറങ്ങുന്നു എന്നതായിരുന്നു അവരുടെ സന്ദേശം. അതുമാത്രമല്ല, വരാനിരിക്കുന്ന ബീഹാർ ഉപതിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് ഇറക്കാൻ പോലും ഈ കൂട്ടായ്മ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഡിജിറ്റൽ ലോകത്തെ ഒരു തമാശ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു കയറുകയാണ്. നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഗൗരവമായി വിശകലനം ചെയ്യാം. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ യുവാക്കൾ ഈ കോക്രോച്ച് പാർട്ടി ഇത്രയധികം നെഞ്ചിലേറ്റിയത്? കാരണം ലളിതമാണ്: നിരാശ. പരീക്ഷകൾ എഴുതിയിട്ടും ഫലം വരാത്തവർ, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പഠിച്ചിട്ടും ജോലിയില്ലാത്തവർ, തങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ യുവാക്കൾ കണ്ടെത്തിയ ഒരു പുതിയ ആയുധമാണ് ഈ പൊളിറ്റിക്കൽ സറ്റയർ അഥവാ ആക്ഷേപഹാസ്യം. ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ടോ? അപ്പോഴൊക്കെ കലയിലൂടെയും ഹാസ്യത്തിലൂടെയും പുതിയ പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലം മുതൽ ഇന്നത്തെ മീം സംസ്കാരം വരെ അതിന് ഉദാഹരണങ്ങളാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്നത് വെറും ഒരു പാറ്റയുടെ ചിത്രമല്ല, അത് ഇന്ത്യൻ യുവാക്കളുടെ നിശബ്ദമായ നിലവിളിയാണ്.